السلام عليكم ورحمة الله وبركاته. طلابي الأعزاء، نحن ندرس علم العروض ودرسنا الإصلاحات العروضية، وكذلك عرفنا البيت وأجزاءه، وكذلك البيت وأنواعه، بيت التام وبيت مجزوء هكذا. وكذلك درسنا عن التفعيلات العشرة، وكذلك الأسباب والأوتاد والفواصل. وبدأنا أن نعرف عن البحور، ودرسنا البحر الأول هو البحر الطويل، والبحر الطويل له 8 أجزاء: فعول مفاعيل فعول مفاعيل، 4 في الصدر و4 في العجز. ووزنه في الأصل هو فعول مفاعيل فعول مفاعيل فعول مفاعيل فعول مفاعيل. وهذا البحر سمي طويلا لأنه طال بتمام أجزائه، يعني وهو لا يستعمل مجزوءا ولا مشطورا ولا منهوكا. وكذلك هو أطول البحور، يبلغ عدد حروفه 48 حرفا. وموازينه التي جاء بها الشعر العربي، يعني موازينه في الأبيات التي جاء في الشعر العربي هو 3. الوزن الأول هو فعول مفاعيل فعول مفاعل، يعني هناك قد حذف الياء في صدر البيت، يعني في العروض، فأصبح مفاعيل أصبح مفاعل. وهناك له عروض واحد فهذا مفاعل، وله 3 أضرب: مفاعيل مفاعل وفعول. فعول هذا في الأصل مفاعي، هذا هو الأصل مفاعيل، ثم حذف الحرفين الأخيرين فأصبح مفاعي. فمفاعي نحن ننتقل إلى فعول، مفاعي فعول كلاهما واحد. അപ്പം ബഹ്റു ത്വീലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹ്റു ത്വീലിൻ്റെ അസിലിലുള്ള വസ്നി എന്ന് പറയുന്നത് ഫഊലുൻ മഫാഈലുൻ ഫഊലുൻ മഫാഈലുൻ, അങ്ങനെ 8 ജുസ്ഉകൾ അടങ്ങിയതാണ്. എന്നാൽ അതിൻ്റെ പ്രാക്ടിക്കൽ, അതിൻ്റെ കവിതകളിലേക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് 3 രൂപത്തിൽ വന്നതായി കാണാം. ആദ്യത്തെ അറൂദിൽ മഫാഈലുൻ എന്നുള്ളത് മഫാഇലുൻ എന്ന് മാറിയത് കാണാൻ പറ്റും. നിങ്ങളിതിൽ ഒന്നാമത്തെ ഉദാഹരണത്തിൽ ഒന്നാമത്തെ നമ്പറിട്ട് എഴുതിയ കാണാം മഫാഇലുൻ. ലർബിൽ 3 രൂപത്തിൽ മാറ്റം വന്നിട്ടുണ്ട്: മഫാഈലുൻ മഫാഇലുൻ ഫഊലുൻ, ഇങ്ങനെ 3 രൂപത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. അതിൽ ഫഊലുൻ എന്നുള്ളത് യഥാർത്ഥത്തിൽ മഫാഇ എന്നാണ്, അവസാനത്തെ 2 അക്ഷരം കളഞ്ഞതാണ് മഫാഈലുൻ എന്നുള്ളതിൻ്റെ. അപ്പോൾ മഫാഇ എന്നുള്ളത് ഫഊലുൻ എന്നതിലേക്ക് മാറ്റിയതാണ്. രണ്ടും ഒരേ ഹറക്കത്തും സുക്കൂനുമാണ്, മഫാഈലും ഫഊലുൻ എന്നുള്ളതിലും. ഇനി നമുക്കതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം. വലൗ അന്നമാ അസ്ആ ലിഅദ്നാ മഈശത്തിൻ കഫാനി വലം അത്ലുബ് ഖലീലും മിനൽ മാലി. അത് ഇവിടെ കത്ത് ചെയ്തതും കാണാം.
വലൗ അൻ ഫഊലുൻ നമാ അസ്ആ മഫാഈലുൻ ലിഅദ്ന ഫഊലുൻ മഈശത്തിൻ മഫാഇലുൻ കഫാനി ഫഊലുൻ വലം അത്ലുബ് മഫാഈലുൻ ഖലീലുൻ ഫഊലുൻ മിനൽ മാലി മഫാഈലുൻ. അപ്പം നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സതുബ്ദീ ലക്കൽ അയ്യാമു മാ കുൻത ജാഹില വയഅതീക ബിൽ അഖ്ബാരി മൻ ലം തുസവ്വിദി. സതുബ്ദീ ഫഊലുൻ ലക്കൽ അയ്യാ മഫാഈലുൻ മുമാക്കുൻ ഫഊലുൻ തജാഹിലൻ മഫാഇലുൻ വയഅതി ഫഊലുൻ കബിൽ അഖ്ബാ മഫാഇലുൻ റിമൻ ലം ഫഊലുൻ തുസവ്വിദി മഫാഇലുൻ. ആ രീതിയിൽ കത്ത് ചെയ്തിട്ട് കൂടെ അതിൽ കാണിക്കുന്നു. വേറെ മൂന്നാമത്തെ രൂപം കൂടെ കാണിക്കുകയാണ്. അതായത് അവസാനം ഫഊലുൻ എന്നുള്ളതിൽ അവസാനിക്കുന്നത്. അഖീമു ബനിൻ നുഅ്മാനി അന്നാ സുദൂറക്കും വഇല്ലാ തുഖീമു സാഗിരീന റുഊസ. അഖീമു ഫഊലുൻ ബനിൻ നുഅ്മാ മഫാഈലുൻ നിഅന്നാ ഫഊലുൻ സുദൂറക്കും മഫാഇലുൻ വഇല്ലാ ഫഊലുൻ തുഖീമു സ്വാ മഫാഈലുൻ ഗിരീന ഫഊലുൻ റുഊസ ഫഊലുൻ. അപ്പോൾ അവസാനത്തിൽ ഫഊലുൻ എന്നാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് മൂന്നിൻ്റെയും ഉദാഹരണമാണ്. ഒന്നാമത്തത് നേരത്തെ പറഞ്ഞ മഫാഈലുൻ എന്ന വന്നു, മഫാഇലുൻ ഫഊലുൻ. ഈ മൂന്ന് രൂപത്തിൽ അവസാനത്തിലെ ലർബിൽ മാറ്റം വന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ മൂന്നും. ഇനി നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് കുറച്ച് തദ്രീബാത്തുകളാണ്. അലാ ഖദ്രി അഹ്ലിൽ ഇൽമി അലാ ഖദ്രി അഹ്ലിൽ അസ്മി തഅതിൽ അസായിമു വതഅതി അലാ ഖദ്രിൽ കിറാമിൽ മകാരിമു. അതേപോലെ നിങ്ങൾ കവിതകൾ നോക്കുക, അത് മനസ്സിലാക്കുക, ഖത്അ ചെയ്യാൻ ശ്രമിക്കുക. എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയുക. നമ്മൾ പറഞ്ഞ 3 രൂപമുണ്ട്. ആ 3 രൂപത്തിൽ തന്നെയായിരിക്കും ഈ കവിതകൾ മുഴുവനും വന്നിട്ടുണ്ടാകുക. അതേപോലെ ഈ കവിതയ്ക്ക് വ്യത്യസ്ത ട്യൂണിൽ പാടാൻ കഴിയുന്നവരുണ്ടാവും. അപ്പോൾ ത്വവീലുൽ ലഹൂ ദൂനൽ ബുഹൂരി ഫളായിലു ഫഊലും മഫാഇലുൻ ഫഊലും മഫാഇലു. ആ രീതിയിൽ വേറൊരു ട്യൂണ്. അങ്ങനെ ഒരുപാട് ട്യൂണിൽ ഇത് പാടാൻ കഴിയും. അങ്ങനെ വ്യത്യസ്ത ട്യൂണ് പാടാൻ കഴിയുന്നവർ അതിൻ്റെ ട്യൂണ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. അതേപോലെ ഈ പാഠത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും കൂടുതൽ അറിയുന്നവരുണ്ടെങ്കിൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.